നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് രണ്ട് കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ്. ഒന്നാമത്, എൻ്റെ ചാനലിൽ 5000 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. അതിന് എല്ലാവർക്കും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സാധാരണ ഈ ചാനലിൽ ടീച്ചേഴ്സിനുള്ള വീഡിയോസാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ടെക് വീഡിയോസും പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. രണ്ടാമതായി നിങ്ങൾ അറിയിക്കാനുള്ളത് ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആണ്. huawei freelace എന്നുള്ള വയർലെസ് ഹെഡ്ഫോണിന്റെ അൺബോക്സിംഗ് ആണ്. ഇതെനിക്ക് എൻ്റെ ഒരു റിലേറ്റീവ് ജാനിഷ് ബ്രോയാണ് ഇത് നൽകിയത്. വളരെ നല്ല ഒരു ഹെഡ്ഫോണാണ്. ഞാൻ അവരുടെ ചാനലിലും കൂടി ഇവിടെ നിന്ന് പരിചയപ്പെടുത്താം. ബിൻസി ജാനിഷ് വ്ലോഗ്സ് എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. ഒരുപാട് നല്ല വീഡിയോസാണ് അവരുടെ ചാനലിൽ ഉണ്ടാവാറുള്ളത്. സൗദി അറേബ്യയിലെയും മറ്റ് മനോഹരമായ സ്ഥലങ്ങളിലെയും ട്രാവൽ വീഡിയോസാണ് അവർ പോസ്റ്റ് ചെയ്യാറുള്ളത്. അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുകൂടി എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നറിയിക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഏത് രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. huawei freelace ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന വളരെ നല്ല ഒരു ഹെഡ്ഫോണാണ്. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് വളരെ നല്ല ഒരു ഹെഡ്ഫോണാണെന്നുള്ളത്. വളരെ മനോഹരമായി ഇത് പാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല നോയ്സ് ക്യാൻസലേഷൻ, അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഇതുണ്ട്. ഇതിൻ്റെ പാക്കിംഗ് കണ്ടാൽ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആമസോണിൽ huawei freelace ഒന്ന് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഹെഡ്ഫോൺ ഒന്ന് മാറ്റിവെക്കാം. ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഹെഡ്ഫോൺ ബോക്സിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒരു ചാർജർ കേബിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ, ഇതിൽ ബഡ്സ് ഉണ്ട്, കുറച്ച് ഇയർ ബഡ്സും നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യൂസർ മാനുവൽ സാധാരണ ബോക്സിലുണ്ടാകുന്ന പോലെ തന്നെ മാനുവൽ ഇതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യാം കാര്യങ്ങളൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റു പ്രത്യേകത ഇതിൻ്റെ ചാർജറാണ്. C ടൈപ്പ് ഫീമെയിൽ USB ചാർജിങ് കേബിളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ചാർജിങ് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതേപോലെ മറ്റൊന്ന് ഇതിൻ്റെ ഇയർബഡ്സാണ്. സാധാരണ 1-2 ഇയർബഡ്സ് ഉണ്ടാവാറുള്ളൂ. ഇത് 5 സെറ്റ് ഇയർബഡ്സ്, 5 ജോഡി ഇയർബഡ്സ് 10 എണ്ണം നൽകിയിട്ടുണ്ട്. നമ്മുടെ ചെവിക്കനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് നമ്മളെ ബ്ലൂടൂത്ത് കണക്ടറിൽ മാറ്റി ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഹെഡ്ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഹെഡ്ഫോണിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 18 മണിക്കൂർ പ്ലേ ബാക്ക്, അതേപോലത്തെ ഫാസ്റ്റ് ചാർജിങ്. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ഇതിൻ്റെ ചാർജിങ് കേബിളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ റൈറ്റ് ഭാഗത്ത് ഇയർ പീസിൻ്റെ അവിടെ ഇതേപോലെ റിമൂവ് ചെയ്യുക. ഇത് നമ്മുടെ C ടൈപ്പ് കേബിൾ കണക്ടറിലേക്ക്, ഫീമെയിൽ കണക്ടറിലേക്ക്, ഇതിൻ്റെ കൂടെയുള്ള കണക്ടറിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇത് USB നമ്മുടെ മൊബൈൽ ചാർജറിൽ ഉപയോഗിക്കുക. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ചാർജിങ് ആണ്. ഇവിടെ ഈ ഭാഗം നമുക്ക് മൊബൈലുമായി കണക്ട് ചെയ്ത് C ടൈപ്പ് ചാർജിങ്ങുള്ള മൊബൈലുമായി കണക്ട് ചെയ്ത് 5 മിനിറ്റ് ചാർജ് ചെയ്താൽ അരമണിക്കൂർ വരെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഹെഡ്ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള 2 മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റ് തമ്മിൽ കണക്ട് ചെയ്താൽ നമ്മുടെ ഫോണുമായിട്ടുള്ള ഇതിൻ്റെ ബ്ലൂടൂത്ത് ബന്ധം ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആവുന്നു. ഇത് ഇവിടെ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോണുമായിട്ട് വീണ്ടും കണക്റ്റ് ആവുന്നു. അപ്പോൾ ഫുൾ ടൈം ബ്ലൂടൂത്തുമായി നമ്മുടെ ഫോൺ കണക്ട് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ അതിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. വളരെ നല്ല ഒരു ഫീച്ചറാണ് ഈ ഹെഡ്ഫോണിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. Thank you.